ഇറാൻ യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നിന്നു കത്തുന്നത്. പ്രത്യാക്രമണം എന്ന നിലയിൽ അമേരിക്ക ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക്, ദ്വീപുകളിലേക്ക് 5.5 മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന യുദ്ധത്തിന്റെ ആദ്യഘട്ട രീതിയിൽ നിന്ന് മാറി ആക്രമിച്ച് മുന്നേറുക എന്നതാണ് ഇപ്പോൾ ഇറാന്റെ തീരുമാനം എന്ന് തന്നെ കരുതണം. അതായത് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന നിലയിൽ തന്നെ അമേരിക്കയെ ആക്രമിക്കാൻ കാത്തു നിൽക്കാതെ പരമാവധി അമേരിക്കൻ കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കുന്ന വിധത്തിലുള്ള നിർണായകമായ പ്രത്യാക്രമണം അല്ലെങ്കിൽ കടുത്ത ആക്രമണം എന്ന നിലയിലേക്ക് ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പ്രകോപനമില്ലാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണങ്ങൾ നേരിട്ട് നടത്തുകയാണ്. ആ ആക്രമണങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നൊന്നായി തകർക്കുന്ന വിധത്തിൽ അത്യാധുനികമായ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ അത്യാധുനികമായ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഡ്രോണുകളുടെ സാന്നിധ്യവും ഈ ആക്രമണങ്ങളിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഇറാന്റെ ആ അപ്രതീക്ഷിത മിന്നൽ ആക്രമണത്തെ ചെറുക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ജോർദാനിലെ സൈനിക കേന്ദ്രത്തിലെ 2 അമേരിക്കൻ സൈനികർ തൽക്ഷണം മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്കയുടെ പല വിമാനങ്ങളും ഇതോടകം തകർന്നിരിക്കുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ആകാശത്ത് വെച്ച് മറ്റു വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന പടുകൂറ്റൻ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ വ്യാപകമായി തകർന്നു കഴിഞ്ഞു. അതോടൊപ്പം അമേരിക്കയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുദ്ധ വിമാനങ്ങൾക്കടക്കം നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലാണ് വിമാനങ്ങൾ വ്യാപകമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടം തെരഞ്ഞെടുത്ത് വ്യാപകമായ ആക്രമണം നടത്തുന്നത് ഇറാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജോർദാനൊപ്പം കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കും അതിതീവ്രമായ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതെല്ലാം ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇറാൻ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ട്രംപിന്റെ വധമടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ ഇറാൻ എന്നുള്ളതും പ്രത്യേക ശ്രദ്ധയോടുകൂടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് ട്രംപിന്റെ മുഖത്തേറ്റ അടിയായി വേണം കരുതാൻ. എന്ന് മാത്രമല്ല, ഇറാൻ ആക്രമിച്ച് മുന്നേറുക എന്ന തത്വത്തിലേക്ക് മാറി എന്നതിൻ്റെ തെളിവും ഇതുതന്നെയാണ്. ഇറാനെ ആക്രമിച്ച അമേരിക്കയ്ക്ക് കൈപൊള്ളി എന്ന ആഖ്യാനം ഉണ്ടാക്കാനും ഈ പ്രത്യാക്രമണം വഴിവെക്കുന്നുണ്ട്. ആക്രമണത്തിൽ ഒരു സൈനികരെ കാണാതായെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇത്രയും വലിയ ആക്രമണം തങ്ങൾക്ക് ഏറ്റു എന്ന് അമേരിക്ക തുറന്ന് സമ്മതിക്കുന്നത് ഇതാദ്യമായാണെന്ന് കൂടി ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്ക ഇറാനെയും ഇറാൻ ഗൾഫ് അറബ് മണ്ണിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ നാശം അവർ തന്നെ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ കേന്ദ്രങ്ങളിലെ നാശങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൗസും US സെൻട്രൽ കമാൻഡും ട്രംപും ഇതുവരെ ഒരു അക്ഷരവും മിണ്ടിയിരുന്നില്ല. അതായത് തങ്ങൾക്ക് നേരെ ആക്രമണം ഏൽക്കുന്നുണ്ട്, തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ വലിയ മടിയായിരുന്നു അമേരിക്കയ്ക്ക്. പക്ഷേ ഇപ്പോൾ ബഹ്റൈനിലേക്ക് നടത്തിയ ഈ ആക്രമണത്തിൽ ശക്തമായ ഉലച്ചിൽ തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒട്ടനവധി മരണങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ല. കാരണം അതിൻ്റെ മുഴുവൻ തെളിവുകളും ദൃശ്യങ്ങളും ഒക്കെ പല രൂപത്തിൽ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അത് വന്നു തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ പൊടുന്നനെ അമേരിക്കയ്ക്ക് തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നോക്കുക, അമേരിക്കയുടെ യുദ്ധസമാനമായ നടപടികൾക്ക് മറക്കാനാകാത്ത പാഠം നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതൃത്വം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ജോർദാനിൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത്. അതായത് എന്നത്തെയും പോലെ മുന്നറിയിപ്പ് കൊടുത്ത് വാർണിംഗ് സിഗ്നൽ നൽകിയ ശേഷമാണ് നേർക്കുനേരുള്ള ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും ഇറാന്റെ പോരാട്ട വീര്യവും ധീരതയും തന്നെയാണ് അടയാളമായി നമ്മൾ കാണേണ്ടത് എന്നുള്ളതും മറന്നുകൂടാ. കാരണം അമേരിക്ക പലപ്പോഴും ചതിയിലൂടെയും വഞ്ചനയിലൂടെയുമാണ് ഇറാനെ ആക്രമിച്ചിട്ടുള്ളത്. ഒരു വശത്ത് ആണവ ചർച്ച നടക്കുന്ന അതേ സമയത്ത് പുതിയ ആണവ ചർച്ചയുടെ സമയം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ചതിയിലൂടെ ഫെബ്രുവരി 28-ന് ഇറാനിലേക്ക് ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ള ഉന്നതരെ അമേരിക്ക വധിച്ചത്.
തൊട്ടടുത്ത ദിവസം ചർച്ചകൾ നടക്കാനിരിക്കുന്ന സമയത്താണ് ഏകപക്ഷീയമായി ഞങ്ങൾ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക യുദ്ധം നടത്തിയത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കുമ്പോൾ ഒരു രാജ്യവും ചെയ്യാൻ പാടില്ലാത്ത, മറ്റൊരു രാജ്യത്തോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കരാർ എഴുതിയതിനു ശേഷം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പല നെറികേടുകളും അമേരിക്ക ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇറാൻ കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ച്, ധീരത ഉയർത്തിപ്പിടിച്ച് നേർക്കുനേരടിക്കുക എന്ന തന്ത്രമാണ്, അല്ലെങ്കിൽ ആ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 16 US സൈനികർ കൊല്ലപ്പെടുകയും 500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഇറാൻ ജോർദാനിൽ ഉപയോഗിച്ചത് ഡ്രോണുകളല്ല, ബാലിസ്റ്റിക് മിസൈലാണ്. ആ ആക്രമണത്തിലാണ് 2 സൈനികർ കൊല്ലപ്പെടുകയും ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇതുവരെ ഇറാൻ പുറത്തെടുക്കാത്ത പുതിയ പുതിയ മിസൈലുകളും അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആയുധങ്ങളും ഇറാൻ കളത്തിലേക്ക് ഇറക്കി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നുവെച്ചാൽ യുദ്ധത്തിൽ ഇറാന്റെ സമീപനം അത്രത്തോളം തീവ്രമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതിനിടെ അമേരിക്കൻ ആക്രമണങ്ങൾക്കും കരാർ ലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇറാൻ വീണ്ടും പ്രതികരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം ഇനി നടത്തുകയാണെങ്കിൽ അതിനൊന്നും തങ്ങൾ വഴിപ്പെടില്ല എന്നും, ഇത് തങ്ങളുടെ അന്തിമ യുദ്ധമാണ്, പ്രതികാരത്തിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്കാണ്, അതിശക്തമായ തിരിച്ചടികൾ എല്ലാവർക്കും നൽകിയിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന നിലയിലേക്കാണ് ഇറാന്റെ പ്രതികരണങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിന് യാതൊരു വിലയുമില്ല എന്ന് തെളിഞ്ഞതായാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത്. അതായത് ട്രംപിനെ നേരിട്ട് തന്നെ വെല്ലുവിളിക്കാൻ മുജ്തബ തയ്യാറായിരിക്കുന്നു എന്നുള്ളതും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ട്. സംഘർഷം വഷളാക്കി യുദ്ധം കൊഴുപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാനും പ്രതിരോധ സഖ്യങ്ങളും ചേർന്ന് മറക്കാനാകാത്ത പാഠം പഠിപ്പിച്ചു നൽകുമെന്ന മുന്നറിയിപ്പും മുജ്തബയുടെ പ്രസ്താവനയിലുണ്ട്. ഇതിനു പുറമെ അമേരിക്കയുമായി ഉണ്ടാക്കിയ ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നത് നിർത്തിവെച്ചു എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനാലാണ് തങ്ങളുടെ പ്രതിബദ്ധതകൾ നിർത്തിവെക്കുന്നത് എന്നും രാജ്യം പ്രതിരോധത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും പറയുന്നുണ്ട്. അതായത് ഇറാൻ എന്ന രാജ്യം, അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഉന്നത അധികാരികൾ, IRGC എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികാരം എന്നതിൽ ഊന്നിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മുജ്തബ ഖാംനെയ്ക്ക് കീഴിൽ ഇറാന്റെ സകല സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്രയും നാൾ ഉപയോഗിക്കാത്ത, ഇത്രയും നാളും ലോകം കാണാത്ത, ഇത്രയും നാളും അണിയറയിൽ ഒളിപ്പിച്ചു വെച്ച അതിതീവ്രമായ ആയുധങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ഒരു സർവ്വസന്നാഹത്തിലേക്ക്, ഒരു വലിയ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർച്ചയായ 8ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, നാവിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പൂർണ്ണമായി ഇറാനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണണമെന്നാണ് പറയാനുള്ളത്. ഇതിന് മറുപടിയായി ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കുന്നത് ഇനിയും തുടരും എന്നു തന്നെ വേണം കരുതാൻ. അതായത് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പോ, ഒരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളോ, ഒരു തരത്തിലുള്ള പുറമേ നിന്നുള്ള ഇടപെടലുകളോ ഈ 2 കക്ഷികൾക്കിടയിലുള്ള ഈ യുദ്ധത്തിൽ, ഈ മുന്നോട്ട് പോക്കിൽ, ഈ ആക്രമണത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതായത് ആരാലും തടയാൻ കഴിയാത്ത ഒന്നായി ഇറാൻ അമേരിക്ക യുദ്ധം മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമ്മൾ തുറന്ന് കാണേണ്ട കാര്യം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നോക്കണം. ഹോർമൂസ് കടലിടുക്ക് വഴി നടത്തുന്ന വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്താനാണ് അമേരിക്ക ഒരു വശത്ത് ശ്രമിക്കുന്നത്. പക്ഷേ ജോർദാനിൽ ഇത്രയും വലിയ ഒരു ആക്രമണം ഉണ്ടായതോടുകൂടി ഇറാന്റെ ശേഷിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് ലോകം തിരിച്ചറിയുകയാണ്. അതിന്റെ അർത്ഥം ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ ശേഷി കൂടുതൽ ശക്തമാവുകയാണ് എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് IRGCയെ പൂർണ്ണമായി തകർക്കാനോ, IRGCയുടെ ആക്രമണങ്ങളുടെ ആസൂത്രണത്തെ ഏതെങ്കിലും വിധത്തിൽ തടയാനോ അതിനെ ദുർബലപ്പെടുത്താനോ ഒന്നും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോർദാനിലെ ആക്രമണം അമേരിക്കൻ ഭരണകൂടത്തെ, ട്രംപിനെ, വൈറ്റ് ഹൗസിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ജോർദാനിലുണ്ടായ ഇറാനിയൻ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവം വാഷിംഗ്ടണിന്റെ നിശ്ചയദാർഢ്യം
ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് 5.5 മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണം ഇറാന് നേരെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഇറാൻ നിന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് നേരെ എത്ര ആക്രമണം നടത്തിയാലും ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുമെന്ന്. ഇത് ഗൾഫ് മേഖലയ്ക്ക് വലിയ ഭീഷണിയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അമേരിക്ക പ്രകോപനം തുടർന്നാൽ ഹോർമുസിന് പുറകെ ചെങ്കടൽ അടച്ചു പൂട്ടപ്പെടുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ, ഒരു തരത്തിലും ഒരു പരിഹാരം കാണാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമാവുകയാണ് യുദ്ധം എന്ന് തന്നെയാണ് ആത്യന്തികമായി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.